ഞാൻ ബീഹാറിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. പിന്നീട് കേരളത്തിൽ വരികയും വീണ്ടും ജോലി സംബന്ധമായി ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത്, നോർത്ത് ഇന്ത്യയിൽ ഇന്ന് വർഗീയത പ്രത്യേകിച്ചും 2014 ശേഷം ഒരു ജീവിത രീതിയായി മാറിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നമ്മളെപ്പോഴും വർഗീയതയെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും നമ്മുടെ മുഖ്യമന്ത്രി വലിയ പങ്കാണ് വഹിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പ്രചാരണ സമയത്തെ ആളുകളുടെ പ്രസംഗങ്ങളെടുത്താൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ തന്നെ ഹെയ്റ്റ് സ്പീച്ചുകൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ 174 പ്രചാരണ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ അതിൽ 114ലും അദ്ദേഹം ഹെയ്റ്റ് സ്പീച്ച് നടത്തിയെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് പറയുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും മന്ത്രിമാരായാലും ഒക്കെ തന്നെ എപ്പോഴും വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്ന ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ ഒരു ജീവിതം തന്നെ നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം, അതായത് ആരോഗ്യപരമായി അദ്ദേഹം നല്ല യുവാവായിരുന്ന ആ കാലഘട്ടം മുതൽ വർഗീയതയ്ക്കെതിരെ സമരത്തിലേർപ്പെട്ടിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൊരാൾ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ വർഗീയത നമ്മുടെ ഒരു ജീവിത രീതിയായി മാറാതിരുന്നത് നോർത്ത് ഇന്ത്യയിൽ പോലെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ കേരളത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റുകളുടെ വരവിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2,80,000 ടൂറിസ്റ്റുകളാണ് ഒരു വർഷം കേരളത്തിൽ വന്നത് എന്നാണ് ഈ പുതിയ കണക്ക് പറയുന്നത്. അതിനർത്ഥം എന്താണ്? കാരണം ഇവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പോലെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ വെടിയൊച്ച കേൾക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇവിടെ ബോംബ് സ്ഫോടനങ്ങളില്ല, വെടിവെപ്പുകളില്ല, കലാപങ്ങളില്ല. ഇങ്ങനെ മനുഷ്യാന്തസ്സിന് വേണ്ടി നിലകൊള്ളുന്ന ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടി ഭരണത്തിലിരിക്കുന്ന ആളുകൾ സാക്രിഫൈസ് ചെയ്യുന്നു എന്നതിനർത്ഥം നമ്മൾ വളരെ സുന്ദരമായ ഒരു ഭൂമികയാണ് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്നാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി നുണപ്രചരണങ്ങൾ ഉണ്ടാകുന്നു, ബോധമലിനീകരണം ഉണ്ടാകുന്നു. അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്ക്, ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് എന്നെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ ഇന്ന് മറ്റേതൊരു സ്ഥലത്ത് താമസിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായി നമുക്ക് താമസിക്കാനും സുഖമായി ഉറങ്ങി സ്വപ്നം കണ്ട് ഉറങ്ങി എഴുന്നേൽക്കാനും അടുത്ത ദിവസം ഉണരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയമില്ലാത്ത രീതിയിൽ ആളുകൾ കഴിയുന്ന മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നാം ഭാഗ്യം ചെയ്ത ജനതയാണ്. ആ ഭാഗ്യം ചെയ്ത ജനത നമ്മൾ എങ്ങനെയാണ് അത് ആർജിച്ചത് എന്ന് നമ്മുടെ സാമൂഹ്യമായ ഓർമ്മകൾ നമുക്ക് പറഞ്ഞു തരും. ആ സാമൂഹ്യമായ ഓർമ്മകളെ, സാമൂഹ്യമായ ആസ്തിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ഭരണം കിട്ടാതെ പുറത്ത് നിന്ന് ജൽപ്പനങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പല പ്രതിപക്ഷത്തിരിക്കുന്ന പല പാർട്ടികളുടെയും നേതാക്കന്മാർ നിരന്തരം പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾക്ക് ഭരണമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അതിന് മറ്റൊരർത്ഥമുണ്ട്. കാരണം ഞങ്ങൾ ഭരിച്ചാൽ ഞങ്ങളുടെ കീശ ഞങ്ങൾ വീർപ്പിക്കുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ 10 വർഷം പുറത്തിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല, ഞങ്ങൾ ഇനി ഭരണത്തിൽ വരേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്, അത് ജനങ്ങളുടെ ആവശ്യമല്ല എന്നാണ് അവർ ഉറക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും ഭരണത്തിലേറ്റാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ മുൻ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, വർഗീയ കലാപങ്ങൾ ചെറുതും വലുതുമായിട്ട് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ ഒരു മതവർഗീയ ഫാസിസ്റ്റ് രാമരാജ്യ നിർമ്മാണം അജണ്ടയാക്കി വെച്ചിട്ടുള്ളൊരു ഭരണകൂട ഭീകരതയായി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് കേരളം പോലുള്ള വലിയ തുരുത്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനൊരു തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. അത് ജനപക്ഷം നിൽക്കുന്ന മതേതരത്വ ബോധമുള്ള മാനവിക ബോധമുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സ്വപ്നത്തിനൊരു തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, അങ്ങനെ EMS വരെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉഴുതുമറിച്ചിട്ട ഒരു സാംസ്കാരിക നിലമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇന്ന് ഈ ഭരണകൂട ഭീകരത കേന്ദ്രത്തിൽ ഉള്ളത് കാരണം നമ്മുടെ ബോധമലിനീകരണം നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആയിട്ട് സമൂഹത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് കലാ സാംസ്കാരിക
പ്രവർത്തനത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ വരുന്നു, ആ ഒരു ബോധമലിനീകരണം ഉണ്ടാക്കുന്നു, ആളുകളെ തമ്മിലടിപ്പിക്കാനുള്ള സംഗതികൾ ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മുടെ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരു സാംസ്കാരിക ബോധമുള്ള ആളുകൾ നിറയെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള വർഗീയ ശക്തികളെ നമുക്ക് പടിക്ക് പുറത്ത് നിർത്താൻ സാധിച്ചത്. എങ്കിലും ഇത്തരത്തിലുള്ള സാംസ്കാരികമായ ഒരു സാംസ്കാരിക ദേശീയത നിർമ്മാണം ത്തിൻ്റെ ചില അലയൊലികളൊക്കെ കേരളത്തിലും നാം ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ നാം ചെറുക്കുന്നത് സാംസ്കാരിക മൂല്യബോധമുള്ള സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും എഴുത്തുകാരും വർക്ക് ഓഫ് ആർട്ടിൽ ഇടപെടുന്ന ആളുകളുമൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു വ്യതിയാനം പലപ്പോഴും നാം ഇന്ന് കണ്ടുവരുന്നത്. ഇപ്പോൾ കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ലിറ്ററേച്ചറുകളെ എങ്ങനെയാണ് പുസ്തക രൂപത്തിലാവുന്നതിൽ നിന്ന് ഭരണകൂടം തടുക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഇന്ന് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ജീവിതം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നയനം ബെരേറ്റ പോലുള്ളൊരു കൃതി ഞാൻ എഴുതിയത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടുള്ളൊരു കൃതിയാണ്. ഇത് എനിക്ക് കേരളത്തിന് പുറത്ത് യുപിയിലോ ഗുജറാത്തിലോ കാശ്മീരിലോ അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഇരുന്ന് ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം അവരെ ഭരിക്കുന്നത് ഭയമാണ്. അങ്ങനെ ഭയപ്പെടുത്തി ജനതയെ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ സ്വന്തം ജനതയെ തന്നെ രണ്ട് തട്ടിൽ കാണുന്ന ഭരണാധികാരികളുള്ളൊരു സ്ഥലത്ത് സാംസ്കാരികമായ വലിയ മൂല്യബോധമുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് കേരളം മാത്രമാണ്. അതൊരു പ്രതിരോധ മാർഗമായിട്ട് രീതിയായിട്ട് വരികയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നോട് പലപ്പോഴും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ നയനം ബെരേറ്റയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യസമേതം ഇത് എഴുതാൻ പറ്റിയത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ധൈര്യത്തോടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അപ്പം ഞാൻ പറയുന്നവരോട് കേരളമായതുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സുരക്ഷിത ബോധം ജനങ്ങളുണ്ടായിട്ടുണ്ട്. ആ സുരക്ഷിത ബോധം തന്നെയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് എന്നുള്ളതാണ്. അത് സാംസ്കാരികമായി നാം ആർജിച്ച ഒരു മൂല്യബോധത്തിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, ഒരു ധൈര്യമാണ്. ആ ധൈര്യം പരസ്പരം ആളുകൾക്കുണ്ട്. ഇന്ന് നമുക്ക് ഏത് കടയിൽ പോയി എന്ത് സാധനം വാങ്ങണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അല്ലെ ഇന്ന ആളുകൾക്ക് ഇന്ന കച്ചവടം നടത്താൻ പാടില്ല എന്ന് ഭരണകൂടം തീരുമാനിക്കുന്നില്ല. ഇവിടെ എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യമുണ്ട്. സാംസ്കാരികമായ സ്വാതന്ത്ര്യമുണ്ട്, മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. എന്തിൽ വിശ്വസിക്കണമെന്ന് ഇപ്പോൾ നിരീശ്വരവാദികൾക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതാത്മകമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നു. അത് ഇപ്പോൾ മണിശങ്കർ അയ്യരെ പോലുള്ള ഗാന്ധിയനായിട്ടുള്ള ആളുകൾ തന്നെ വന്ന് ഇവിടെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഹാലിളകയാണ് ഉണ്ടായത്. സത്യം പറയുമ്പോൾ എപ്പോഴും അതിനെ നുണ കൊണ്ട് പ്രതിരോധിക്കാനുള്ള വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു, ട്രോൾ ആർമികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇതിനെതിരെ ഒക്കെ ശബ്ദിക്കാനുള്ള ബാധ്യത എഴുത്തുകാർക്കുണ്ട്. ആ എഴുത്തുകാരുടെ ആ ബാധ്യത ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് മുന്നിലുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ആളുകൾ എഴുതുന്നത്. അതുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തെ മതേതര കേരളത്തെ നിലനിർത്തുന്നതിൽ ഇടതുപക്ഷ മൂല്യബോധം ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് ഒരു ചെറിയ കാര്യമല്ല. ഈ തുരുത്തിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ തുരുത്തിനെ നിലനിർത്തണം, അതിനൊരു തുടർച്ച ഉണ്ടാവണം. എന്തുകൊണ്ട് ഭരണ തുടർച്ച ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും സംശയമുണ്ട്. പക്ഷേ സംശയമില്ലാത്തത് ഇതിൻ്റെ ബെനിഫിറ്റുകൾ അനുഭവിച്ച സാധാരണ മനുഷ്യരാണ്. അതാണ് ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനതയിലുമുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു യാതൊരു സംശയമില്ല, അതിനൊരു തുടർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ച നിലപാടുകൾ നമ്മുടെ സർക്കാരിനുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഷനോട് കൂടിയാണ് ഈ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസം ഡിഗ്രി തലം വരെ സൗജന്യമാക്കിയ മറ്റേത് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? പല സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു, ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നു. ഉദാഹരണത്തിന് യു-പിയിൽ തന്നെ ചില വ്യക്തികൾ അവരുടെ സ്വന്തം സ്ഥലത്ത് ഒരു സ്കൂൾ കെട്ടിപ്പടുത്ത് ഉയർത്തിയത് ഇടിച്ചു പൊളിക്കാനാണ് സർക്കാരുകൾ വരുന്നത്. അത്തരത്തിലുള്ള ബുൾഡോസിങ് പലതരത്തിൽ നടക്കുന്നു. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ തന്നെ വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് വേണമെന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ നമ്മൾ സർക്കാരാണ് വെച്ച് കൊടുക്കുന്നതെന്നുള്ള വലിയ പ്രചാരണങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. കാരണം അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ള വലിയ ബോധ്യം, വലിയ മാനവിക ബോധം നമുക്കുണ്ട്. ഇവിടെ ആര് വീട് വെച്ച് കൊടുക്കുന്നു എന്നതാണ് ഇവരുടെ പ്രശ്നം.
അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാർ ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ എത്രയോ കോടി കൊടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നു. അതേ സർക്കാർ തന്നെയാണ് അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ച് പൊളിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു മനുഷ്യൻ്റെയും വീട് ഇടിച്ച് പൊളിച്ചിട്ടില്ല ഈ സർക്കാർ. അതുപോലെ നമ്മുടെ സർക്കാർ ആശുപത്രികൾ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന വേറെ ഏത് സർക്കാർ ആശുപത്രി ഉണ്ട് ഇന്ത്യയിൽ? അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനകീയമായ കാര്യങ്ങളായി തീരുന്നത് കൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നുണകൾ ഉണ്ടാവുന്നത്. അതിനെതിരെ ഇതൊക്കെ മോശമായ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരെ നാം ഉണർന്നിരിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത, കേരളത്തിൻ്റെ സാമൂഹ്യമായ ഓർമ്മകളുള്ള, സമര പാരമ്പര്യത്തിൻ്റെ ഓർമ്മകളുള്ള, വലിയ സമര വീര്യത്തോടു കൂടി ഇതിനൊക്കെ പുറപ്പെട്ടു പോയ മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളുള്ള ആളുകളുടെ ബാധ്യതയാണ്. ആ ബാധ്യത സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ കൂടുതൽ നല്ല ജീവിതമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം തന്നെയാണ് സർക്കാർ കഴിഞ്ഞ 10 വർഷവും ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പോൾ ആശുപത്രിയുടെ കാര്യമായാലും സ്കൂളുകളുടെ കാര്യമായാലും ഒക്കെ ഹൈടെക്കായി വരികയാണ്. വ്യവസായത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെയാണ് സ്ഥിതി. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡാറ്റ പരിശോധിക്കുന്നത് നമുക്കറിയാം. ഈ ഡാറ്റകളൊക്കെ പുറപ്പെടുവിക്കുന്ന സർക്കാർ തന്നെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അത് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയല്ല. അത് അതിൻ്റേതായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഏജൻസികൾ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തി പറയുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് തെറ്റാവുകയാണ് എന്ന് ഇവർക്ക് പറയാൻ സാധിക്കുന്നത്? അത് തന്നെ മനുഷ്യവിരുദ്ധമായ ഒരു കാര്യമാണ്, വികസന വിരുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ, നുണപ്രചരണങ്ങളിൽ, ബോധമലിനീകരണങ്ങളിൽ വീണ് പോകാതെ ഈ തെരഞ്ഞെടുപ്പിനെ നാം നേരിടേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തെ നാം രക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.